നോർത്ത് പറവൂർ കൂട്ടുകാട് ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആലുവ ജില്ലാ ആശുപത്രി, ബ്ലഡ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി. ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് കേന്ദ്ര സമിതി പ്രസിഡന്റ് ഡോക്ടർ മനു പി വിശ്വം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലോകം ഇന്ന് പല യുദ്ധക്കെടുതികളിലുമാണ്. രക്തത്തിന്റെ ആവശ്യം നമ്മൾക്ക് ആരോഗ്യ രംഗത്തെക്കാളേറെ യുദ്ധരംഗത്ത് വന്ന ഒരു അതിമോശമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മളൊരു ചെറിയ സ്ഥലത്ത് നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾക്ക് യുദ്ധങ്ങളില്ല, നമുക്ക് സമാധാനമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ രാജ്യത്ത് സമാധാനമുണ്ട്. ആ സമാധാനമുള്ള രാജ്യത്ത് നമ്മൾക്ക് സമാധാനക്കേടുള്ള ആളുകളുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഒരു രോഗം വന്നാൽ, ഒരു ബ്ലഡിന് ആവശ്യം വന്നാൽ ഏറ്റവും അധികം വിഷമിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഒരു ബ്ലഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അതിന്റെ ഗ്രൂപ്പുകൾ അറിയാനുള്ളത്, അറിവ് കുറവിന്റെ കൊണ്ട് തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള നമുക്ക് പല മടികളും പേടികളുമുള്ള ഒരു സമൂഹമാണ് നമ്മളുടേത്. അപ്പൊ അതിൽ നിന്ന് അവയർനെസ് നൽകുക. അതിനിപ്പോ ബഹുമാന്യായ ജയൻ ഡോക്ടർ എന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമാധാന രാജ്യത്ത് അസമാധാനത്തോടുകൂടി ജീവിക്കുന്ന, അതായത് ഒരു രോഗാതുരമായ ലോകത്ത് ഏറ്റവും വലിയ സഹായം ഒരു ബ്ലഡ് ദാനം ചെയ്യുക. ദാനം എന്നുള്ള വാക്കിന് അർത്ഥമില്ല, കാരണം നമ്മളുടെ സഹോദരങ്ങൾക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കൂട്ടുകാട് യൂണിറ്റ് പ്രസിഡന്റ് KJ രാജു അധ്യക്ഷനായി. കൂട്ടുകാട് ചെറുപുഷ്പം ദേവാലയം വികാരി ഫാദർ ജോസഫ് മാളിയേക്കൽ രക്തദാന സന്ദേശം നൽകി. ചെറുപ്പക്കാരെ അതിന് പകരമായിട്ട് വിട്ടുകൊടുത്തേക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു വളരെ വലിയൊരു നന്മ, നമ്മൾ അറിയാതെ പോകുന്ന ഒരു നന്മയാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. അത് ആരോഗ്യമുള്ള ആർക്കും പല ആവർത്തി ചെയ്യാവുന്ന ഒരു അവസരമുണ്ട്. അപ്പൊ അതിന് ഈ ഒരു സംഘടന നേതൃത്വം കൊടുത്തതിൽ നിങ്ങൾ അഭിനന്ദിക്കുന്നു. തുടർന്നും ജനക്ഷേമകരമായ, നമുക്കറിയാം നമ്മളിപ്പോ ചാരിറ്റി ഒക്കെ വെറുതെ ഷോ ഓഫ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചാരിറ്റി എന്ന് പറഞ്ഞുള്ള മറവിൽ നടക്കുന്ന ഒത്തിരിയേറെ അപജയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ജീവന സഹായിയായിട്ടുള്ള ഇപ്രകാരമുള്ള പദ്ധതികൾ ഇനിയും വിഭാവനം ചെയ്യുവാനും നടപ്പിലാക്കുവാനും ഇതിന് ബന്ധപ്പെട്ടവർക്ക് സാധിക്കട്ടെ. H4H കേന്ദ്ര ജനറൽ സെക്രട്ടറി ജോസഫ് പടയാട്ടി എൻ്റെ പേരിൽ എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പം തന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. വോളണ്ടിയർ ക്യാപ്റ്റൻ MK ശശി. രക്തത്തിന് ആവശ്യം വരുമ്പോൾ എനിക്ക് വരാറുണ്ട്, എൻ്റെ അംഗങ്ങൾക്ക് എല്ലാവർക്കും വരാറുണ്ട്, നിങ്ങൾക്കും വരാറുണ്ട്. ഈ ബ്ലഡ് വേണം, എന്ത് വേണമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പലർക്കും ചോദിക്കുമ്പോ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരെ നോക്കിയോ? ഇല്ല. അപ്പൊ രക്തം എന്ന് പറയുന്നത് എന്തോ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നത് പോലെ ആരോടെങ്കിലും ചോദിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ നിൽക്കുന്നത്. യൂണിറ്റ് സെക്രട്ടറി ഷൈജ ടീച്ചർ, ട്രഷറർ MM സനീഷ്, SBI പ്രതിനിധി വിമൽ ബാബു എന്നിവർ സംസാരിച്ചു. H4H കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ് ഡോക്ടർ KG ജയൻ രക്തദാന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അതേ ജീവൻ നമുക്ക് ഈ കൊടുക്കുന്ന രക്തദാനത്തിലൂടെ സാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശരീരത്തിൽ നിന്നും സാധാരണ രീതിയിൽ 5-6 ലിറ്ററാണ് നമ്മുടെ ശരീരത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ്. അതിൽ വെറും ഒരു 350 മുതൽ 450 മില്ലി രക്തം മാത്രമേ നമ്മൾ ദാനം ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാവരും ഒരു കുപ്പി രക്തം ദാനം ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് എത്ര ബ്ലഡ് എടുക്കും എന്നുള്ള ഒരു അറിവൊന്നും എല്ലാവർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് വെറും ഒരു 8% മാത്രമാണ് ബ്ലഡ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാള് ഒരു കുപ്പി ബ്ലഡ് അല്ലെങ്കിൽ ഒരു പൈൻറ്റ് ബ്ലഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞത് 3 ജീവനെങ്കിലും രക്ഷിക്കുന്നുണ്ട്. രക്തദാനം നടത്തിയവർക്ക് SBI റീജിയണൽ ഓഫീസ് കുടകൾ സമ്മാനം നൽകി ആദരിച്ചു. ധാരാളം യുവാക്കളും സ്ത്രീകളും രക്തദാനം നടത്താൻ മുന്നോട്ട് വന്നത് ശ്രദ്ധേയമായിരുന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.